കട്ടൻ ചായ ഉണ്ടാന്ന് ചോദിച്ചല്ലോ, എയർ ഹോസ്റ്റേഴ്സ് കട്ടൻ ചായ ഉണ്ടെന്ന് ചോദിച്ചല്ലോ, അത് ക്യാബിൻ ക്രൂവിന്റെ അവരെ യൂണിവേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അതായത് ഈ അവരെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് എയർ ഹോസ്റ്റുകളെയും ക്യാബിൻ ക്രൂവിന്റെ ഈ ഫ്ലൈറ്റ് അറ്റൻഡൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ ഗ്രൂപ്പുകളിലും കമ്മ്യൂണിറ്റിയിലെല്ലാം ഇത് ഭയങ്കര പ്രശ്നമായിട്ട് വന്നു. കാരണം നമ്മളെ കൂട്ടത്തിൽ നമ്മളെ കൂട്ടത്തില് ഒരു പെണ്ണിന ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ മമ്മു എന്ന് പറയുന്ന ഈ പപ്സൻ, അതായത് നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തം വന്നിട്ട് നമ്മളെ കളിയാക്കിയിട്ട് പോയി എന്നുള്ള. അല്ല, അത് അവരെ ഭാഗത്ത് ഞാൻ ഉണ്ട് കേട്ടോ. അല്ല, അങ്ങനല്ല, അത് ചിരിച്ച് കളയേണ്ട വിഷയമല്ല സംഭവം. ഒന്നാമത്തെ കാര്യം, മമ്മു ഒരു മണ്ടനാണ്. മമ്മൂന് അവിടെ കട്ടൻ ചായക്ക് പകരം ബ്ലാക്ക് കോഫി എന്ന് പറയാനുള്ള, ബ്ലാക്ക് ടീ എന്ന് പറയാനുള്ള വിദ്യാഭ്യാസം ഇവനില്ല. അത് ഒന്നാമത്തെ കാര്യം. അല്ല, ഇവൻ കട്ടൻ ചായ തന്നെ പറഞ്ഞു. ഏച്ചി കട്ടൻ ചായ ഇല്ലെന്ന് തന്നെ ചോദിച്ചു. അത് ഇവൻ ആദ്യമായിട്ട്, ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതാടാ. കട്ടൻ ചായ ഉണ്ടോ എന്ന് ചോദിക്കാല്ലാണ്ട്. പിന്നെ ഇവൻ കയ്യിലൊരു ബോർഡിംഗ് പാസ് ഉണ്ട്. ഷമീർ ഇവന് മോട്ടറാക്കിയതാണ്. അതായത് ബോർഡിംഗ് പാസ് നമ്മള് ഫ്ലൈറ്റില് ക്രൂവിനോട് എന്തെങ്കിലും ഫുഡോ വാട്ടറോ ചോദിക്കാൻ വേണ്ടിട്ട് അവർക്കൊന്നും കൊടുക്കൊന്നും വേണ്ട. പക്ഷെ ഷമീർ മമ്മൂനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ബോർഡിംഗ് പാസ് കൊടുത്താലേ ചായ കിട്ടും, ചായയും പപ്സും കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മു ബോർഡിംഗ് പാസ് കൊടുത്തിട്ട് ചേച്ചി കട്ടൻ ചായ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ സംഭവം. എനക്കറിയില്ല ഇത്ര വലിയ പ്രശ്നം. അത് അവർക്ക് കട്ടായിട്ടുണ്ടോ, വാട്ടവർ എന്തേലും ആട്ടെ. എനിവേസ്